എസ് ഓർ നോ കളർ ചാലഞ്ച്. അതിന് എല്ലാം വാങ്ങിയ സാധനങ്ങൾ ഇന്ന് അൺബോക്സിംഗ് ആണ് ഗൈസ്, കാണിച്ചു തരാം. ഇതെല്ലാം നമ്മൾ എസ് ഓർ നോ കളർ ചാലഞ്ചിന് വാങ്ങിയതാണ് ഗൈസ്. ഇതൊന്നും നമ്മൾ ശരിക്കും ഷോപ്പിങ്ങിന് ഡാഡി വാങ്ങിയതാണ് ഗൈസ്. ഇതൊന്നും നമ്മൾ ശരിക്കും ഷോപ്പിങ്ങിന് വാങ്ങാറുണ്ടോ ടിയ? ഇതൊന്നും നമ്മൾ വാങ്ങാറില്ല. ഓ മൈ ഗോഡ്, ഇതൊന്നും ഞാൻ വാങ്ങിച്ച് കൊടുക്കാറില്ല. പക്ഷെ ഇടയ്ക്കാണ് ഇതുപോലെ ബോണസ് അടിക്കുന്നത് കേട്ടോ ടീക്കുട്ടിക്ക്. അദ്ദിക്കുട്ടനും എസ് ഓർ നോ ചാലഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അദ്ദിക്കുട്ടൻ വാങ്ങി കൂട്ടുന്ന ഒരു സംഭവമാണ്. ഇതുപോലത്തെ ഒരു ബോക്സ് ഓൾറെഡി ഉണ്ട്, അത് കഴിഞ്ഞു രണ്ടുപേരും. അത് നിങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചില്ലേ? അല്ല, അത് അൺബോക്സ് ചെയ്തില്ലേ അതിൻ്റെ ഉള്ളിലത്തെ? അത് എടുത്തടാ നിങ്ങൾ, അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചില്ല. ഓക്കെ, അപ്പൊ അതല്ലാതെ നമുക്കൊരു സ്പെഷ്യൽ സംഭവം എന്ന് പറഞ്ഞാൽ അതല്ലടാ നമ്മുടെ ലബൂബു ഗൈസ്. അങ്ങനെ നമ്മൾ അല്ല, ഞാനൊരു കാര്യം പറയാം ഗൈസ്. അങ്ങനെ നമ്മൾ 2 ലബൂബു ആണ് വാങ്ങിയിരിക്കുന്നത്. ഒന്ന് ഫ്രം കൊറിയ. ഇത് നമ്മളെ നിബിഷാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എറണാകുളം. അവര് ഇതുപോലത്തെ ഷോപ്സ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അവര് കൊറിയയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ നിമിഷാൻ്റെ പറഞ്ഞത് കൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത്യാവശ്യം നല്ല ഒരു 3000 4000 ആ ഒരു റേഞ്ചിൽ വാങ്ങിയതാണ് ഇതൊരെണ്ണം. പിന്നെയാണ് നമ്മുടെ അദ്ദിക്കുട്ടനും ഭയങ്കര പ്രശ്നമായത് ഒന്നുകൂടെ വേണമെന്ന്. അപ്പം നമ്മൾ എന്തായാലും ഒന്നുകൂടെ വേറൊരു സൈറ്റ്, കാരണം അത് ഒരു 1 month ഒക്കെ എടുക്കും. അപ്പം അങ്ങനെ ഒരു ഓൺ സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു സീക്രട്ട്. ഇതാണോ സീക്രട്ട്? അത് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ഉറപ്പാണോ? ഗ്രേ കളർ ആണോ അതോ ബ്രൗൺ കളർ ആണോ? പക്ഷെ ഇതാണ് റിയൽ ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ലബൂബു. ഇത് പോപ്പ് സ്മാർട്ടും പിന്നെ അതുപോലെ തന്നെ ഇത് മോൺസ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഫേക്ക് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കേട്ടോ സംഭവം. കാരണം ഇതില് പോപ്പ് സ്മാർട്ട് ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ അതിന്റെ കൂടെ കിട്ടിയതാണ് ഈ ഒരുത്ത്. പക്ഷെ ഇത് സർപ്രൈസ് ആണ്. അപ്പൊ അതെന്താണെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് നിമിഷന്റെ അൺബോക്സിങ്ങും ബാക്കിയൊന്നും ഈ കറുപ്പ് സാധനത്തിന്റെ ഞങ്ങൾ ചെയ്യാത്തത് കേട്ടോ. നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയ സാധനമാണ്. കാരണം അത് ഒറിജിനൽ തന്നെയാണ്. അതിൽ മോൺസ്റ്റർ അതുപോലെ തന്നെ കണ്ടോ ഇതിന്റെ ഇതിലൊക്കെ ഇതുപോലെയൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് ഒരു സംശയം, ഫേക്ക് ആണോ എന്നൊരു സംഭവം. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറയാം, ഇതൊന്നും ഓൺലൈൻ സൈറ്റ്സിൽ നിന്നൊക്കെ ആമസോണിലൊക്കെ വാങ്ങിക്കുമ്പോഴാണ് ഈ ഫേക്ക് വരുന്നത് കേട്ടോ. അതിലൊന്നും നമ്മുടെ റിയൽ ആയിട്ട് ഇറങ്ങിയിട്ടില്ല തോന്നുന്നു. അപ്പൊ നമുക്ക് അപ്പൊ ഇത് അദ്ദിക്കുട്ടനോ ടീക്കുട്ടി ഇത് ആരും ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ലബൂബൊന്നും ശരിക്കും ഓൺലൈനിൽ ചെറിയ പ്രൈസിന് 700 or 1000 rupees കൊടുത്ത് വാങ്ങിയാൽ മതി. അത്ര വലിയതൊന്നുമില്ല. ദിസ് ഇസ് ഫോർ അദ്ദിക്കുട്ടൻ. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മൾ എസ് ഓർ നോ ചാലഞ്ചിലെ ഏറ്റവും ടീക്കുട്ടി ആദ്യം എടുത്തത് ഫെറാറോഷ ആയിരുന്നു 1000 rupees. അത് നോ വന്നു. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് 500 something ആട്ടോ വരുന്നത്. നമ്മളിതൊന്നും വാങ്ങിക്കാറില്ല, പക്ഷെ എസ് ഓർ നോന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇനി അതുകൊണ്ട് ആരും ഒന്നും പറയരുതേ. ഇത് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫുൾ മറ്റേ സാധനം എന്താ, കുക്കീസോ അങ്ങനെ ഒരു സംഭവം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു പാക്കിംഗ് എക്സലന്റ്. ഓപ്പൺ ചെയ്ത് സ്നാക്സ് ഒക്കെ ആക്കിയത് കൊണ്ട് കുഴപ്പമില്ല. തരാവേ ഇതിന്റെ സ്നാക്സ് ഇതുപോലെ. നമ്മുടെ ചോക്കോ ചിപ്സ് ആടാ. കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? അയ്യോ ടിയാ, നീ ബ്രഷ് ചെയ്യണ്ടേന്. ഷൂ നല്ല ടേസ്റ്റ് ഉണ്ട്. കുക്കീസ് നന്നായിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഒരു സംഭവമാണ് നമ്മുടെ ഒണിയൻ റിങ്സ് കേട്ടോ. ഇതും ഒരു വെറൈറ്റി. നേരെ ഇരുന്നേ പറഞ്ഞാൽ എനിക്ക് ഇത് എടുക്കാൻ കഴിയില്ല. ഒണിയൻ റിങ്സ് ഗൈസ്. ഇപ്പൊ സമയത്തായി പറയട്ടിയാ 7:09 കേട്ടോ. 7:15 സ്കൂൾ ബസ് വരും. നെക്സ്റ്റ് ഈ ഒണിയൻ റിങ്സ്. ഇത് നമ്മുടെ ഏതാ കളർ ചാലഞ്ച് ആണോ? ഓക്കെ, കളർ ചാലഞ്ച് റെഡ് കളർ ചാലഞ്ചിന് എടുത്താ കേട്ടോ. അപ്പോൾ ഒണിയൻ റിങ്സ് നമ്മളിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് അല്ലേ ടിയാ? എൻ്റെ അമ്മേ, മെല്ലെ. ഇങ്ങനെയാട്ടോ ഒണിയൻ റിങ് ഉണ്ടാവാ. കുഞ്ഞിന് ഇഷ്ടമാണോ? ഇതിന്റെ ഏതോ ഒരു ചെറിയൊരു സ്നാക്സ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എടുത്തോ, എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? പിന്നെ ഏതായിരുന്നു? പിന്നെ നിങ്ങൾക്കൊക്കെ അറിയുന്ന സംഭവമാണ്. പിന്നെ ഇതും അറിയാം. അപ്പൊ അത് അൺബോക്സ് ചെയ്യണ്ട. എടാ ഇതെന്താടാ? അത് ഇതൊന്ന് ഓപ്പൺ ആക്കിയടാ. ഇതൊരു പുതിയ സാധനം കേട്ടോ. ഇത് യെല്ലോ കളർ ചാലഞ്ച് ആണോ? ഓക്കെ, അത് ഓപ്പൺ ആക്കിയടാ. ഈ ഒരു സാധനം നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് തുറന്നു. ഓപ്പൺ ചെയ്ത് പിന്നെ ഇതെല്ലാം ഇത് പിന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ്. വെറൈറ്റി കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു വെറൈറ്റിയാണ്. ഇതൊരു 2 സാധനം. എടാ ഒരെണ്ണം എടുത്താൽ പോരായിരുന്നു? ഹായ്, ഇത് മറ്റേ മാൽക്കീസ്റ്റ് പോലെയാണോ? നമുക്ക് നോക്കാം കേട്ടോ. കഴിക്കലേട്ടോ മോനെ, ഇനി പിന്നെയും ബ്രഷ് ചെയ്യേണ്ടി വരുവേ. ഓക്കെ,
ഗൈസ് ഇത് ഏകദേശം ബ്രഷ് ചെയ്തതാ. പ്ലീസ് ടിയാ, ഇന്നൊരു ദിവസം 3ാമത്തെ ടൈം ബ്രഷിങ് ആട്ടോ. നന്നായിട്ടുണ്ടല്ലേ? ഷോ ഓക്കെ. അപ്പൊ നമുക്ക് വേറെ നമ്മള് മറ്റേ ഷോപ്പിംഗ് കൂടി വാങ്ങിയില്ലേ, അതും കൂടി ആഡ് ചെയ്യാം അല്ലെ ഇതില്? അൺബോക്സിംഗ് അല്ല, നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് നോക്കാൻ പോണേ. ലുലു മോളിൽ നമ്മൾ മിഡ് നൈറ്റ് ഷോപ്പിങ്ങിന് പോയതാണ്. 50% ഓഫ് എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷെ നമുക്കങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല ടിയ. നമ്മൾ യൂഷ്വലി ഷോപ്പ് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് എന്തോ ഒരു റേറ്റ് കുറവുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര വലിയ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. ഈ അമ്മമാർക്കൊക്കെ പോവില്ലേ, ലൈക്ക് മറ്റേ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഇതാണ്. എന്താ ടിയ കാണിക്കണേ? അല്ലാതെ വേറെ അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഷോപ്പിങ്ങിന് വാങ്ങിയ സംഭവങ്ങൾ. ഇതിലൊക്കെ എന്താ ഡസ്റ്റ് കിടക്കുന്നത്, അത് അങ്ങനെ താഴത്തോട്ടിട്ടെ. അപ്പോൾ എന്തെല്ലാമാണ് വാങ്ങിയതെന്ന് നമുക്ക് നോക്കാം. ഇത്രയും സംഭവങ്ങളാട്ടോ നമ്മൾ വാങ്ങിയേ. അപ്പോൾ ഇതെല്ലാ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത്. ഇതിനൊക്കെ അത്യാവശ്യം ഓഫായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മാൽക്കീസ്റ്റിന് എത്ര 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടെണ്ണം വാങ്ങിയില്ല ടിയാ നമ്മൾ. ശരിക്കും അതാണ് കുറച്ചുകൂടെ കൂടുതൽ വാങ്ങിക്കേണ്ടത്. നോക്കേ, എന്താ സാധനം? നോക്കട്ടെ, ഇതൊരു പൈനാപ്പിൾ ഫ്ലേവർ ആണ് കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്ത്, ഇത് പണ്ടത്തെ ചോക്ലേറ്റാ. മമ്മ ബേബി ആയിരിക്കുമ്പോഴും ഉണ്ടോന്നൊരു സംശയമുണ്ട്. നോക്കട്ടെ നോക്കട്ടെ, ഇതാണ് പറയുന്നത്. തുറന്നു തരൂ. നോക്കട്ടെ നോക്കട്ടെ. ഇത് നമ്മുടെ പണ്ട് കാലത്തും അത് അങ്ങനെയാണോ കഴിക്കുക? നിന്റെ പല്ലിട്ടോ ബ്രേസസ്. അതെന്താ സാധനം? സിറപ്പാണോ? ഹെവനാണോ? ഹെവനാണ് ഗൈസ്. സ്വർഗം കണ്ടു എന്നാണ് പറയുന്നത്. എന്തെല്ലാമുള്ള ചോക്ലേറ്റ് ആണ്. അതൊരു ചോക്ലേറ്റ്. പിന്നെ നമ്മൾ മാൽക്കീസ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 2 സംഭവം വാങ്ങിയത് ജസ്റ്റ് 30 റുപ്പീസോ അങ്ങനെ എന്തോ വന്നിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ലോട്ടിപ്പായുടെ 2 എടുത്തിട്ടുണ്ട്. അതിനും അത്യാവശ്യം നല്ല ഓഫർ. അതെടുത്തേട്ടാ. എനിക്ക് ഓറഞ്ചാണ് ഇഷ്ടം കേട്ടോ, ടീക്ക് സ്ട്രോബെറിയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ വേറെ എന്തായിരുന്നു ഹൈലൈറ്റ് ഒന്നും പറയാനില്ല. പിന്നെ ഇതൊക്കെ നല്ല റേറ്റ് കുറവാട്ടോ. അങ്ങനെയുണ്ട്. പക്ഷേ റേറ്റ് കുറവാവേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ഈ ഒരു നൂഡിൽസ്, കുറേ പേര് ഈ ഒരു നൂഡിൽസിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്കിതിൽ തീരെ താല്പര്യമില്ല. ഇത് നൂഡിൽസ് കഴിക്കുന്നതും നല്ലതല്ല ഗൈസ്. പക്ഷേ നമ്മൾ വേറെ നിവൃത്തിയില്ല. കുട്ടികൾ പറയുമ്പോൾ നമ്മൾ വാങ്ങും, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഇറ്റ്സ് നോട്ട് ഹെൽത്തി കേട്ടോ. ഈ ഒരു ബുൾഡക് നൂഡിൽ, ഇത് എന്തൊരു സാധനം! ഇത് വെറും ഒരു എന്താ പറയുക, ഇതിന് എത്ര റേറ്റ്? 100 സംതിങ് ആട്ടോ. കൊറിയൻ നൂഡിൽസാണ്. ഇതൊക്കെ കഴിച്ചിട്ടാണ് കൊറിയക്കാർ ജീവിക്കുന്നത് ടിയ. അതെ, ഒരു പൊട്ട ടേസ്റ്റ്. വായിൽ വെക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. അതെ, അവിടെ നിന്ന് അധികുട്ടം പറയാം നല്ല ടേസ്റ്റ് ആണെന്ന്. ഇത് വേണ്ട കേട്ടോ. ഇത് പൊട്ട സൈസ്. ഇത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ഇത് മാത്രം കേട്ടോ നമ്മൾ ആക്ച്വലി റേറ്റ് കൂടുതലായത്. കാരണം ഈ ഒരു ബുൾടെക്കിന് ഐ തിങ്ക് 120 ആ ഒരു റേഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ബൾക്കി തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലിക്കബിൾസ്, ഇതിനൊക്കെ ഇവർക്ക് ഓഫർ വെച്ചൂടെ അല്ലേ ടിയ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പസിൽ അല്ലാതെ വേറെ വല്ലതും കിട്ടിയോ? ഇതൻ മാഷ്മെല്ലോ, അത് ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഗൈസ്. അതിനൊന്നും ഓഫർ ഇല്ല അല്ലേ ടിയ? നമ്മൾ പർച്ചേസ് ചെയ്ത് ശരിക്കും പറയാം ഞങ്ങൾക്ക് പോയത് നഷ്ടമാട്ടോ. കാരണം വെച്ചാൽ ഞങ്ങൾ എന്നും വാങ്ങുന്ന സാധനങ്ങൾക്ക് ഒന്നിന് പോലും ഓഫർ ഇല്ല അല്ലേ ടിയ? ഹൈലൈറ്റേഴ്സ് ഇല്ല. ഇത് നമ്മൾ ഓഫർ ഇല്ലാത്ത സെക്ഷൻ അതിൽ നിന്നാണ് വാങ്ങി. അതിനൊന്നും നമ്മൾ വാങ്ങിയ ഏതിനും അധികം ഓഫേഴ്സ് ഇല്ല. അല്ല, ഈ ഡാർക്ക് ഫാന്റസിയുടെ മറ്റേ സാധനം എടുത്തിടവന്ന ദിസ് വൺ ഇതിന് ഓഫേഴ്സ് ഉണ്ട്. ഇത് ലൈക്ക് ഒരു 30-30 രൂപ അങ്ങനെ എന്തോ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് കുഴപ്പമില്ല. പക്ഷെ ബാക്കിയുള്ളവരൊന്നും നമ്മൾ വാങ്ങിയതൊന്നും ഒന്നും തന്നെ ഇല്ല. മറ്റേ സാധനം എടുത്തേ മുത്തേ, ദിസ് വൺ. ഇത് നമ്മുടെ സ്പെഷ്യലാണ്. ഇതിനും ഒരു ചെറിയ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോക്കോസ്, അത് നമ്മൾ എന്നും വാങ്ങിക്കുന്നതാണ്. അതിനും അത്യാവശ്യം ചെറിയൊരു ഓഫർ അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ കാര്യത്തിലൊന്നും ഞങ്ങൾ പുലർച്ചെ രാത്രി 10:30 പോയിട്ട് വീട്ടിലെത്തിയത് പുലർച്ചെ 1:30 അല്ലേ. എന്നിട്ട് ആ ദിവസം തന്നെയാണ് നമ്മൾ നെല്ലിയാമ്പതി ട്രിപ്പും പോയത്. അതെ, ഉറക്കമൊന്നും കിട്ടില്ല. പിന്നെ നമ്മൾ ലബൂബു വാങ്ങി. എവിടെ നിന്റെ ലബൂബു? എവിടെടാ?
ഗൈസ് അങ്ങനെ നമ്മൾ ലബൂബ് വാങ്ങി ഗൈസ്. ഇനി അടുത്തൊരു കളർ ഉണ്ട്, അതിന് ഡാഡിയെ കൊണ്ട് പറയട്ടെ കേട്ടോ. ആ ഡാഡി വാങ്ങിച്ചു. ഓക്കെ, നമ്മളിനി ലബൂബ് കളക്ഷൻ ചെയ്യാൻ പോകണം. പക്ഷെ ഇത് ഇത്ര എത്തിക്കാൻ ഇത്തിരി പാട് കിട്ടൂല ടിയ. എനിക്കത് പക്ഷെ അത്ര വലിയ അതൊന്നുമില്ല. ഇതിന്റെ തല തിരിയും. എങ്ങനെയാ തിരിയുന്നത്? ആ കാലും എല്ലാം തിരിയുന്നാണ് പറയുന്നത്. പിന്നല്ലാതല്ല, അതെന്താ ലഫൂഫു? എന്താണത്? ഫേക്ക് ഉണ്ടോ? അയ്യോടാ അതറിയില്ല കേട്ടോ. ഇവിടെ 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 വെച്ചേ, എവിടെ വെച്ചേ? എന്താ ഇവിടെ 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 എന്താ കാലില് പോപ്പ് മാർട്ടൊക്കെ എഴുതിയിട്ടുണ്ടോ? പോപ്പ് മാർട്ട് ഇത് മാനുഫാക്ചർ അവരാണോ? സ്റ്റോറിലാണ് ഇത് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിയില്ല. ഓക്കെ ഫൈൻ, സ്റ്റോറാട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ലബൂബു മോൺസ്റ്റർ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ.